വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവ് നിങ്ങളെ കാക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 121 അധ്യായം 6-7 വാക്യങ്ങൾ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിങ്ങളെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ക്രിസ്തീയ ജീവിതം റോസാപ്പൂക്കളുടെ കിടക്കയല്ല, സുഖകരമായ ഒരു മെത്തയുമല്ല. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടത ഉണ്ടാകും, എന്നാൽ ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. ഇത് യോഹന്നാൻ 16 അധ്യായം 33 വാക്യത്തിൽ കാണപ്പെടുന്നു. ദാവീദ് രാജാവ് പ്രഖ്യാപിച്ചു, നീതിമാന്റെ കഷ്ടതകൾ അസംഖ്യമാണ്, എന്നാൽ യഹോവ അവയെല്ലാവற்றிൽ നിന്നും അവനെ വിടുവിക്കുന്നു എന്ന്. ഇത് സങ്കീർത്തനം 34 അധ്യായം 19 വാക്യത്തിൽ കാണപ്പെടുന്നു. അതെ, എല്ലാ സാഹചര്യങ്ങളിലും നമ്മെ സംരക്ഷിക്കാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. അവൻ നമുക്ക് ഉറപ്പ് നൽകുന്നു, ധൈര്യമായിരിക്കുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. കർത്താവ് രാവും പകലും നമ്മെ കാക്കുന്നു. നാം നമ്മുടെ ജോലിയിൽ സജീവമായി ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് പകൽ സൂചിപ്പിക്കുന്നത്. നാം വിശ്രമിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്ന സമയത്തെയാണ് രാത്രി എന്ന് സൂചിപ്പിക്കുന്നത്. നമ്മൾ ജോലി ചെയ്യുന്നവരായാലും വിശ്രമിക്കുന്നവരായാലും ശക്തരായാലും ദുർബലരായാലും കർത്താവ് നമ്മെ നിരന്തരം കാക്കുന്നു. പകലിന്റെ അപകടങ്ങളിൽ നിന്നും രാത്രിയുടെ മറഞ്ഞിരിക്കുന്ന കെണികളിൽ നിന്നും അവൻ നമ്മെ സുരക്ഷിതരാക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നും ചന്ദ്രനിൽ നിന്നും അവൻ നമ്മെ സംരക്ഷിക്കുന്നു. ഒരാൾ ഒരിക്കൽ പറഞ്ഞു, സൂര്യൻ പരസ്യമായി ഉപദ്രവിക്കുന്നു, ചന്ദ്രൻ നിശബ്ദമായി വഞ്ചിക്കുന്നു. അതുപോലെ ചുട്ടുപൊള്ളുന്ന സൂര്യനെ പോലെ നമ്മെ പരസ്യമായി വെല്ലുവിളിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ചന്ദ്രപ്രകാശം പോലെ സൗമ്യമായി വരുന്ന മറ്റു സമയങ്ങൾ സുഖകരമാണെങ്കിലും ദോഷം വരുത്തുന്നു. എന്നാൽ അവയിലെല്ലാം നമ്മെ സുരക്ഷിതരാക്കാൻ കർത്താവിന് കഴിയും. നമ്മുടെ പോക്കിലും വരവിലും അവൻ നമ്മെ കാക്കുന്നു. ജോലിക്കോ യാത്രയ്ക്കോ വേണ്ടി നമ്മൾ നമ്മുടെ വീടുകൾ വിട്ട് വിശ്രമവും സമാധാനവും തേടി മടങ്ങുന്നു. പലപ്പോഴും പകൽ എന്തു കൊണ്ടുവരുമെന്ന് നമുക്ക് ആശങ്ക തോന്നിയേക്കാം. എന്നിരുന്നാലും കർത്താവ് നമ്മുടെ മുൻപിൽ പോകുന്നു. അവന്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പം പോകും എന്ന് പറയുന്നു. നമ്മുടെ പോക്കിലും തിരിച്ചുവരവിലും അവൻ നമ്മെ തന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുന്നു. പകലോ രാത്രിയോ സൂര്യന് കീഴിലോ ചന്ദ്രന് കീഴിലോ അവൻ നമ്മെ എന്നേക്കും കാത്തു സൂക്ഷിക്കുന്നു. ജീവിതത്തിലായാലും മരണത്തിലായാലും അവൻ നമ്മെ സുരക്ഷിതരാക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞത്, അതെ, മരണനിഴലിൻ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥത്തിനും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന്. ഇത് സങ്കീർത്തനം 23 അധ്യായം 4 വാക്യത്തിൽ കാണപ്പെടുന്നു. നീ ആദിയും അന്തവുമാകുന്നു, നീ എന്റെ വെളിച്ചമാകുന്നു, നീ എന്റെ സകലവുമാകുന്നു എന്ന് നാം പലപ്പോഴും പാടാറുണ്ട്. തീർച്ചയായും ദൈവത്തിന്റെ കൈപ്പത്തിയിൽ നാം സുരക്ഷിതരാണ്. ആർക്കും നമ്മെ അതിൽ നിന്ന് പിടിച്ചു പറിക്കാൻ കഴിയാത്തത്ര ശക്തവും തിളക്കവുമായതുമായ ഒരു കൈ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോഹന്നാൻ 10 അധ്യായം 28 വാക്യം. ഞാൻ അവയ്ക്ക് നിത്യജീവനാകുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യിരെമ്യാവ് 46-47 അധ്യായങ്ങൾ, വൈകുന്നേരം എബ്രായർ 6 അധ്യായം. ആമേൻ.